പാർട്ട് ടൈം ജോബിൻ്റെ സാധ്യത, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഏൺ ചെയ്തതിൻ്റെ പ്രാധാന്യം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം താഴെ വരാറുണ്ട്. കഴിഞ്ഞ 20 വർഷമായി നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആരുടെ നിന്നും ഫ്രീ ആയിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഫ്രീ എന്നുള്ള വാക്ക് നമ്മളെ ഡൗൺ ആക്കുന്നതല്ലാതെ അപ്പം ആക്കത്തില്ല. നിലവിൽ ഇപ്പോൾ ഈ ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്, തിരുക്കായിലെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്, അതുപോലെ പുറത്തുള്ള ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തികമൊക്കെ ചേച്ചി റേസ് ചെയ്യുന്ന ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ? എനിക്ക് കിട്ടുന്ന അതിൻ്റെ നല്ലൊരു എമൗണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ജീവിതം പഠിച്ചത് ശരിക്കും പാർട്ട് ടൈം ആ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തത്, എനിക്ക് എന്തും ചെയ്ത് ജീവിക്കാം എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്തത്. ഇന്നിപ്പോൾ അവള് IBM വേണ്ടി വർക്ക് ചെയ്യുന്നു, അഭിമാനത്തോടു കൂടി തന്നെ. അതായത് എല്ലാവരും പറയുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ കാറ്ററിങ്ങിന് പോകുന്നു, ഇതൊക്കെയാണ് പാർട്ട് ടൈം ആയിട്ട് കാണുന്നത്. ഇവിടെ തൊഴിലവസരങ്ങളില്ലേ? എങ്ങനെയാണ് ഒരു അവസരം കണ്ടെത്തി വരുമാനം എത്തിക്കാൻ പറ്റുന്നത്? തകർന്നു നടക്കുന്ന ജീവിതത്തിനെ ഒന്ന് കൈ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. ചേച്ചി ചെയ്ത ദൈവികമായ പ്രവൃത്തിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതാണ് ദൈവികമായ പ്രവൃത്തി, ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് പാർട്ട് ടൈം ജോബിൻ്റെ സാധ്യത, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സസ് ഏൺ ചെയ്തതിൻ്റെ പ്രാധാന്യം, ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തോടൊപ്പം ഒരു അഡീഷണൽ ഇൻകം എത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസ് നമ്മൾ ഇടുമ്പോൾ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രാക്ടിക്കലി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം താഴെ വരാറുണ്ട്. അതിൻ്റെ ഒരു സാധ്യത, പ്രാക്ടിക്കൽ സൊല്യൂഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു വ്യക്തിത്വത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചേച്ചിയുടെ പേര് ശ്രീജ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. മലയാളിയാണ്. ഇപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിലെ വെർജീനിയ എന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 1 മാസ കാലയളവായി കേരളത്തിൽ ചേച്ചി തിരിച്ചു വന്നിട്ടുണ്ട്. ചേച്ചിയിൽ നമുക്ക് കൂടുതലായിട്ട് കേൾക്കാം എന്താണ് നമ്മുടെ നാട്ടിൽ ഇനി വരുത്താൻ പോകുന്ന മാറ്റങ്ങളും അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം അനീഷ്. അങ്ങനെ 8 വർഷം കൂടിയാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അല്ലേ? അതെ. അപ്പോൾ ചേച്ചി, ഞങ്ങൾക്ക് കേൾക്കേണ്ട പ്രധാന ആശയം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണ്. ശരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടമ്മമാരായിക്കോട്ടെ മറ്റു വ്യക്തികളായിക്കോട്ടെ അവർക്കൊരു അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഇത് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഒപ്പം തന്നെ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഇവിടെ കോളേജിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പാർട്ട് ടൈം വർക്കുകൾ ഇൻവോൾവ് ആകുന്നുണ്ട്. പക്ഷേ ഇവിടെ വിപുലമായ സാധ്യതകളുണ്ടല്ലോ. ചേച്ചിക്ക് US ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രസന്റ് ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 20 കൊല്ലമായി ചേച്ചി ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ വന്ന് ഈ 1 മാസ കാലയളവിൽ ചേച്ചി അത് എന്തിനു വേണ്ടിയൊക്കെയാണ് മാറ്റി വെച്ചിരിക്കുന്നത്, ഈ കാര്യങ്ങളൊന്നും ആദ്യം പങ്കുവെക്കാമോ? ചെയ്യാമല്ലോ. ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു തയ്യൽ ടീച്ചറെ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരത്തെ കൊണ്ട് ഒരു 10 വീട്ടമ്മമാരെ, വീട്ടച്ഛന്മാരെന്നോ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പെണ്ണുങ്ങളാണ് കൂടുതൽ, സ്ത്രീകളാണ് കൂടുതലും മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവരെ തയ്യൽ പഠിപ്പിക്കുക എന്നുള്ളത്. തയ്യൽ പഠിപ്പിച്ചു. അവർക്ക് എന്തൊക്കെയാണ് ബ്ലൗസ്, മാക്സി, ചുരിദാർ അങ്ങനെയുള്ള ഐറ്റംസ് പഠിപ്പിച്ചു. ഇവരെല്ലാം തന്നെ പാർട്ട് ടൈം തൊഴിലുറപ്പിന് പോകുന്ന ആൾക്കാരും പല പല ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അപ്പോൾ അവർക്ക് വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ മിഷൻ വീട്ടിലുണ്ടെങ്കിൽ അവരുടേതായ സമയം കണ്ടുപിടിച്ച് അവർക്ക് എക്സ്ട്രാ ഇൻകം അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സംരംഭമാണ് ഞാൻ ചെയ്തത്. ഓക്കെ. അപ്പം ചേച്ചി അവിടെ നിന്നുകൊണ്ട് ഫോണിലൂടെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു? ഫോണിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ഇവർക്ക് എന്ത് സപ്പോർട്ടാണ് കൊടുത്തത്? 10 ലേഡീസിന് പഠിക്കാൻ വേണ്ടി 3 മെഷീൻ വാങ്ങിച്ചിട്ടു. ടീച്ചർ അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലൗസ്, ചുരിദാർ, പിന്നെ പെറ്റിക്കോട്ട് അങ്ങനെ പല നിത്യോപയോഗ സാധനങ്ങൾ തയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുത്തു. എല്ലാവരും തന്നെ പഠിച്ചു കഴിഞ്ഞു. 1 മാസത്തെ 3 ആഴ്ച കൊണ്ട് തന്നെ അവരെല്ലാവരും പഠിച്ചു. അവരുടെ ടൈം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോയതിന് ശേഷമുള്ള ഒരു 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെയുള്ള സമയം ടീച്ചറിൻ്റെ അടുത്ത് വരുമോ പഠിക്കുകയാണ് അവർ ചെയ്തത്. ഇതിന്റെ എക്സ്പെൻസ്, ഈ തയ്യൽ മെഷീൻ ഉള്ളത്, ടീച്ചറിന്റെ ഫീസ് കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തത്? അതെല്ലാം ഞാൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. ഞാൻ എൻ്റെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെയാണ് കൊടുത്തത്. ഓക്കെ. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആൾക്കാർ വന്നു. പക്ഷെ അവർക്ക് പുതിയ മെഷീൻ വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ പണ്ടെല്ലാം ചെയ്തിരുന്നു, ഫ്രീ ആയിട്ട് മെഷീൻ കൊടുത്തു. പക്ഷെ അതിൻ്റെ കുറേ നൂലാമാലകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചേച്ചി എന്താണ് ആ നൂലാമാലകൾ എന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവം ഒരിക്കലും അത് അവർ ഉപയോഗിക്കത്തില്ല. അത് ഞാനും കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ചേച്ചി ഈ സൗജന്യമായിട്ട് കൊടുത്തത് കൊണ്ട് സംഭവിച്ചത് എന്താണ്, അവിടെ എന്ത് മാറ്റമാണ് വരുത്തണം എന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? സൗജന്യമായിട്ട് കൊടുത്തപ്പോൾ അവർക്ക് കംപ്ലൈൻറ്റ് കൂടുതലായിരുന്നു. ആ മെഷീന് പുതിയ മെഷീൻ ആയത് കാരണം ചവിട്ടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ നൂല് കുരുങ്ങുന്നു, അങ്ങനെ പല പല റീസണുകൾ പറഞ്ഞിട്ട് അവരതിനെ സൈഡിലോട്ട് വെച്ചിട്ട് വേറെ പണികൾ ചെയ്യാൻ തുടങ്ങി. ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി. അത് കഴിഞ്ഞ് ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ 1-2 വീടുകളിൽ പോയി അത് ശരിക്കും ഡയറക്റ്റ് കണ്ടു ഇവരെന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ പലർക്കും വെളിയിൽ തയ്ച്ചു കൊടുക്കാൻ താല്പര്യമില്ല. ഇൻകം വരണമെന്നുണ്ടെങ്കിൽ വെളിയിൽ തയ്ച്ചു കൊടുത്താൽ മാത്രമല്ലേ പറ്റൂ. പേഴ്സണൽ കാര്യത്തിന് മാത്രം തയ്ക്കുന്നു. എന്തുകൊണ്ടാണ് വെളിയിൽ കൊടുക്കാത്തവർക്ക് പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്റ്റാറ്റസിന്റെ പ്രശ്നം മാറേണ്ട നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മൈൻഡ് സെറ്റ് അല്ലേ? മൈൻഡ് സെറ്റ്. ഒരു മോളോ എന്നോട് ഒന്ന് പറയാണ്, എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കൊരു ക്യാമറയ്ക്കുള്ള പൈസ വേണം. അപ്പോൾ അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതിന് കണ്ടീഷൻസ് ഉണ്ട്. അവർ അതുകൊണ്ട് ഫോട്ടോഗ്രാഫി എടുത്തിട്ടോ എങ്ങനെയാണ് അവരുടെ ലൈഫിൽ അത് യൂസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു എമൗണ്ട് മാസം തോറും തിരിച്ചു തരത്തക്ക രീതിയിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മുടക്കിയ പൈസ, സപ്പോസ് 1 ലക്ഷം രൂപ മുടക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ആ പൈസ തിരിച്ചു തരണം. ആ പൈസ എന്തിന് തിരിച്ചു തരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പകുതിയോളം ആകുമ്പോഴത്തേക്ക് എനിക്ക് അടുത്ത ആളെ സഹായിക്കാൻ പറ്റും. ഈ പൈസ കൊണ്ട് വേറൊരാളെ സഹായിക്കാൻ പറ്റും. ഇതെല്ലാം എൻ്റെ ഹാർഡ് വർക്കിംഗ് എന്നുള്ള പൈസയാണ് ഞാനെടുത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഒരാൾ തന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റും കുറയും, അവരുടെ ഇൻട്രസ്റ്റും കുറയും. ഉറപ്പായിട്ടും. പ്രത്യേകിച്ചും സൗജന്യമായിട്ട് കിട്ടുവാണെങ്കിൽ ആ ക്യാമറയ്ക്ക് വില കൊടുക്കില്ല. അതേസമയത്ത് നമ്മൾ തിരിച്ച് പൈസ കൊടുക്കണം എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് നോക്കുകയും നന്നായിട്ട് ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയും അവൻ്റെ ആ കഴിവ് വളർത്തുകയും ചെയ്യും. ഇതാണ് ശരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ സഹായിക്കേണ്ടതെന്നുള്ളത്. അല്ലാതെ രീതിയിൽ സഹായിച്ചുകൊണ്ടാണ് ഒരു പക്ഷേ ആ തയ്യൽ മെഷീൻ്റെ കേസിൽ അവർ ഉപയോഗിക്കാതെ വന്ന കാരണം അല്ലേ? ചേച്ചി, നമ്മളിപ്പം എല്ലാ കാര്യങ്ങൾക്കും US അടക്കമുള്ള രാജ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പാർട്ട് ടൈം ജോബിൻ്റെ കേസിലും ഇങ്ങനെയുള്ള ഒരു അഡീഷണൽ ഇൻകത്തിൻ്റെ കേസിലും നമുക്ക് അവിടെ നിന്ന് നല്ല മാതൃകകളുണ്ട്. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ എന്തൊക്കെയാണ് ചെയ്തത്? മോളിലെയൊക്കെ കാര്യത്തിൽ എങ്ങനെയാണ് പാർട്ട് ടൈമിലേക്കൊക്കെ അവരിറങ്ങിയത്? അതൊന്ന് പങ്കുവെക്കാമോ? അവിടെ കുട്ടികൾ 14 വയസ്സാകുമ്പോൾ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കണമെന്ന് അവർക്ക് തന്നെ തോന്നി തുടങ്ങും. എത്ര സാമ്പത്തികമുള്ളവരാണെങ്കിലും അത് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോളേജിലോട്ടൊക്കെ പോകുമ്പോൾ അവരുടെ റെസ്യൂമിൽ അത് വരും, ഈ കുട്ടി എത്ര റെസ്പോൺസിബിളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ ഇൻകം വരുമ്പോൾ അവരെങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതെല്ലാം. അപ്പോൾ ആ ഒരു സ്വന്തമായിട്ട് ഏൺ ചെയ്യുമ്പോഴത്തേക്ക് ക്യാഷിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു. അവരുടെ കോളേജ് അഡ്മിഷൻ സമയത്ത് ഇവരെന്തെല്ലാം ജോലി ചെയ്തിട്ടുണ്ടോ, ഇവരുടെ സ്കൂൾ എഡ്യൂക്കേഷനൊപ്പം അവരെന്തെല്ലാം ചെയ്യുന്നു, ഇതിനെല്ലാം ഈ കുട്ടി സമയം കണ്ടെത്തുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻകമും അവരെ കൊണ്ട് അതൊരു ഇൻസെൻറ്റീവായിട്ട് എടുത്തിട്ട് അവർ പല പല ജോലികൾ ചെയ്യാനായിട്ട് റെഡിയാവും. ചേച്ചി, മക്കളുടെ കാര്യത്തിൽ അവരെന്ത് പാർട്ട് ടൈം ജോബാണ് ചെയ്തത്? ഏത് പ്രായത്തിലാണ് ചെയ്തു തുടങ്ങിയത്? എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാം. എൻ്റെ ഹസ്ബൻഡ് ഒരു ഹാർഡ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ R&Dയിൽ വർക്ക് ചെയ്തു, ടീച്ചറാണ്. ഒരുപാട് ഹോബീസ് ഉള്ള ഒരാളാണ്. കുക്കിംഗ് എൻ്റെ ഒരു ഹോബിയാണ്, സ്റ്റിച്ചിങ് ഒരു ഹോബിയാണ്, ഗാർഡനിങ് ഹോബിയാണ്. അങ്ങനെ എന്ത് കണ്ടാലും അത് ഹോബിയാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അത് കുട്ടികൾക്ക് കൂടെ ഒരു റോൾ മോഡൽ. എൻ്റെ അമ്മ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. അത് ബേസ് ചെയ്തിട്ട് മോള് 14 വയസ്സായപ്പോൾ ഒരു കുമോൺ സെൻറ്റർ, മാത്ത് ട്യൂട്ടറിങ് സെൻറ്ററിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങി. കുട്ടികളുടെ വർക്കൊക്കെ കറക്റ്റ് ചെയ്യുക, ഇത് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള. അപ്പോൾ അവിടെ നിന്ന് അവൾ ഏൺ ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇൻട്രസ്റ്റായി. എനിക്ക് ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തുടങ്ങി.
അത് കഴിഞ്ഞ് കോളേജിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പിസ്സ ഹട്ടിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ലൈഫ് സ്കില്ലുകൾ അവൾ ഒരുപാട് പഠിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. സ്കൂളിനേക്കാളും ഒക്കെ അത് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്ത പേരൻസിനെ അവൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും. ഇന്നും ഇപ്പോഴും 31 വയസ്സാവുന്നു, ഈ പ്രായത്തിൽ പോലും അവൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ജീവിതം പഠിച്ചത് ശരിക്കും പാർട്ട് ടൈം ആ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും അത് എങ്ങനെ നമുക്ക് അത് ഉപയോഗപ്രദമായിട്ട് മാറ്റാമെന്നും കമ്മ്യൂണിക്കേഷനും അതെ ആൾക്കാരുമായിട്ടുള്ള ഡീലിങ്ങും അത് കോൺഫിഡൻസ് ഇഷ്യൂ അതെല്ലാം കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തത് എനിക്ക് എന്തും ചെയ്ത് ജീവിക്കാം എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ബിൽഡപ്പ് ചെയ്തത് കോൺഫ്ലിക്റ്റ് ഒക്കെ റിസോൾവ് ചെയ്യാൻ കാര്യങ്ങളും. അതെ ഇന്നിപ്പോൾ അവള് IBM വേണ്ടി വർക്ക് ചെയ്യുന്നു. അഭിമാനത്തോടു കൂടി തന്നെ. അപ്പൊ തന്നെ മോന്റെ കാര്യത്തിലോ? അവനും ഒരു കാറിന്റെ റിപ്പയർ സ്ഥലത്ത് വർക്ക്ഷോപ്പിൽ പോയി ഓയിൽ ചേഞ്ച്, ടയർ ചേഞ്ച് ഇതെല്ലാം ചെയ്തു. അതെല്ലാം അവൻ്റെ ലൈഫിൽ ഇപ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ മെക്കാനിക്കിനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴേ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട്. അത് അവനൊരു 15 വയസ്സുള്ളപ്പോൾ. 15 വയസ്സുള്ള അത് ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടറാണ്. ഓക്കെ ഫൈൻ. അപ്പോൾ എഞ്ചിനീയർ ഡോക്ടറിലേക്ക് ടേൺ ചെയ്തു. ആ ഡോക്ടറായി നിൽക്കുമ്പോൾ തന്നെ എഞ്ചിനീയർ സ്കില്ല് ഇങ്ങനെ ഉപയോഗിക്കുകയും ചെയ്തു. വെരി ഗുഡ്. സെൽഫ് സഫിഷ്യൻ്റ് ആണ് രണ്ടുപേരും. ഒത്തിരി കാര്യങ്ങൾ ഡാഡി ഭയങ്കര സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതെല്ലാം കണ്ട് ഡാഡിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നങ്ങ് ചിന്തിക്കാൻ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്തു. ഇവിടെ പൊതുവെ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നറിയോ? ഇങ്ങനെ കുട്ടികൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ നശിച്ചു പോകും, അവരല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യപ്പെടും, അവരുടെ പഠിത്തത്തിൽ നിന്ന് ഫോക്കസ് പോകും. ഇതൊക്കെയാണ് നമ്മളിവിടെ പറയുന്ന കംപ്ലൈൻറ്റ്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഗൈഡ് ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് ആ പൈസ എന്ത് ചെയ്യണം, അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് അവർ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലാത്ത പൈസ സേവ് ചെയ്ത് തന്നെ വെച്ചിരുന്നു. സേവിങ് മെൻറ്റാലിറ്റി വന്നു. ഹാർഡ് ഏൺഡ് മണിയുടെ വാല്യൂ അവർ വളരെ നന്നായിട്ട് മനസ്സിലാക്കി. പേരൻസിന്റെ ഗൈഡൻസ് എങ്ങനെയുണ്ട് അതുപോലെ മുമ്പോട്ട് പോകും. കുറച്ചൊരു ഇത് വേണമല്ലോ കുട്ടികൾക്ക്, നമ്മളൊരു ഫ്രീഡം കൊടുക്കണം. ദർ ഈസ് എ ലിമിറ്റ് ഫോർ എവറിത്തിങ്. അത് നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ നന്നായി പോകും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. വെരി ഗുഡ്, എക്സലന്റ്. ചേച്ചി, നമ്മുടെ നാട്ടിലെ മറ്റൊരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ട് ടൈമോ അല്ലെങ്കിൽ അഡീഷണൽ ഇൻകത്തിന് വേണ്ടിയുള്ളൊരു ജോബ് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ വിരലെണ്ണാവുന്ന കുറേ കാര്യങ്ങൾ മാത്രമാണ്. അതായത് എല്ലാവരും പറയുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ അല്ലെങ്കിൽ കാറ്ററിങ്ങിന് പോകുന്നു, ഇതൊക്കെയാണ് പാർട്ട് ടൈം ആയിട്ട് കാണുന്നുള്ളൂ. ഇവിടെ തൊഴിലവസരങ്ങളില്ല, തൊഴിൽ തരൂ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരു നാടാണ്. ഇവിടെ തൊഴിലവസരങ്ങളില്ലേ? എങ്ങനെയാണ് ഒരു അവസരം കണ്ടെത്തി വരുമാനം എത്തിക്കാൻ പറ്റുന്നത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ചുറ്റുപാടും തന്നെ ഇതിന് സൊല്യൂഷൻ ഉണ്ട്. അത് എന്താണ്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നെയ്ബറിന് എന്താണ് ആവശ്യം, അവരെ നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അവരോട് ചോദിക്കുക, അവർക്ക് അവരുടെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പോയി എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക. പിന്നെ അവർക്കിപ്പോൾ പെറ്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുക, അതിനെ കുളിപ്പിക്കുക. ഇതിനെല്ലാം ഇവർ ഇൻസെൻറ്റീവ് കൊടുക്കണം, ഫ്രീ ആയിട്ട് ചെയ്യാണ്ടിരിക്കുക. അതിനെല്ലാം ഒരു കോൺട്രിബ്യൂഷൻ കുട്ടികൾക്ക് കൊടുക്കുകയും പിന്നെ അപ്പോൾ കുട്ടികൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു കൊടുക്കുക, അങ്കിളിന് ഇനി വേറെ എന്തെങ്കിലും വേണോ? അങ്ങനെ അവരുടെ തന്നെ മോനെ ഇത് അയണൊക്കെ ഇന്ന് ഈ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് തന്നാൽ നന്നായിരുന്നു. അപ്പോൾ എന്നൊക്കെ ഞാനിതുവരെ ചെയ്തിട്ടില്ല, അതിനെന്താ നമുക്ക് കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവരതെല്ലാം ചെയ്തു തരും. ഒരു പെയ്ഡ് സപ്പോർട്ട്. ഈ ഒരു കോൺസെപ്റ്റ് USA നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നന്നായിട്ട് പലയിടത്തും ചെയ്യാവുന്ന കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ആവശ്യം എന്ന് നമ്മൾ കണ്ടെത്തുകയും അതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം അവർക്കൊരു പാർട്ട് ടൈം ജോബായി അവർക്കതുകൊണ്ട് വാല്യൂ മനസ്സിലാക്കാൻ പറ്റും, വരുമാനം കണ്ടെത്താൻ പറ്റും. തീർച്ചയായും. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഓൾഡ് ഏജ്
സീനിയർ സിറ്റിസന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. മക്കൾ ഇവിടെ ഇല്ല. ഇപ്പൊ ഈ പത്തനംതിട്ട സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. അവരെ കേൾക്കാൻ പോലും ആളില്ല. ഇവർക്ക് ഒത്തിരി സഹായങ്ങളുണ്ട്. ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇവർക്ക് പല സഹായങ്ങൾ വേണം. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുന്നതെല്ലാം തന്നെ തൊഴിലവസരമാണ് ആയിട്ടാണ് കാണുന്നത്. അതെ. അപ്പൊ പറയാം അമ്മയോട് വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഈ കുട്ടി ചെയ്യുന്നതോടും അമ്മേ അവരൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലോ, പിന്നെ അമ്മ ഉണ്ടാക്കുന്നത് മതി, അത് ആ അപ്പനും അമ്മമ്മയ്ക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് അമ്മയ്ക്കും ഒരു വരുമാനമായി. ഇതൊക്കെയാണ് അവൾക്ക് ക്വാളിറ്റിയുള്ള ഫുഡുമായി. പൈസ മേടിക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ക്വാളിറ്റിയോടെ കൊടുക്കും. അതെ, അല്ലെങ്കിൽ നാളെ പിന്നെ മേടിക്കത്തില്ല. അത് സൗജന്യമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ ക്വാളിറ്റിയും കുറയും, ഇവർ മേടിക്കുന്നതിന്റെ ഇത് അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യില്ലേ. ഒത്തിരി ആൾക്കാർക്ക് അങ്ങനത്തെ ആവശ്യങ്ങളുണ്ട്. അവർ ഫോർ എക്സാമ്പിൾ ഡോക്ടറെ കാണാൻ പോകുന്നു, അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ഇതിനോ ഒന്നും അവർക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണോ അതിൽ നിന്ന് കുറച്ച് അവർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്കും ഒരു ഇൻകം ആവും. നമ്മളിപ്പോൾ ഡ്രൈവറെയൊക്കെ ഹയർ ചെയ്യുന്നത് പോലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റെന്ത് സഹായത്തിന് വേണ്ടിയിട്ടും കേൾക്കാൻ വരെ അല്ലേ, ആൾക്കാർക്ക് കേൾക്കാൻ ആളില്ല എന്നുള്ളത് വലിയൊരു ഭാഗമാണ്. നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആർക്കൊക്കെയാണ് ഇതുപോലത്തെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിരുന്ന് അവരോട് കുറച്ച് ഒരു അരമണിക്കൂർ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. സീനിയർ സിറ്റിസൺസിൻ്റെ ഒരുപാട് പഠിക്കാൻ പറ്റും. സീനിയർ സിറ്റിസൺസ് ആർക്കും ഉപദേശം കൊടുക്കാറില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ആരും അത് ശ്രദ്ധിക്കില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ ഇതുപോലെ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ പറ്റിയാൽ ആൾക്കാർ ഓരോരുത്തരും അത് ചെയ്യും. അപ്പുറത്തെ ചേച്ചി ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? മൈൻഡ് സെറ്റ് മാതൃകയാക്കാം. ചേച്ചി, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ട് ടൈം ജോബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പേരൻസ് പറയുന്നു, കുട്ടികൾ വില്ലിങ് ആണ്, കുട്ടികൾ ചെയ്യുന്ന വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി കോളേജിൽ പഠിക്കുന്ന പിള്ളേർ വില്ലിങ് ആണ്. പക്ഷെ പേരൻസ് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നില്ല. അപ്പം ആ തരത്തിൽ അവരൊന്ന് എത്തിക്കുവാനായിട്ട്, കാരണം ഒറ്റയടിക്ക് മാറ്റം വരുത്താൻ പറ്റുന്നില്ലോ. അപ്പോൾ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് വീട്ടിൽ തന്നെ തുടങ്ങി ഒരു മാറ്റം വരുത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതെന്താ ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായും നമുക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെയാണ് സഹായിക്കേണ്ടത്. അപ്പോൾ വീട്ടിലെ ജോലികൾ ഓരോ ജോലിയും അവരെ ഇൻവോൾവ് ചെയ്യിക്കുക. അച്ഛനായാലും അമ്മയായാലും എന്തെല്ലാം കാര്യങ്ങൾ ഓരോ ദിവസം ചെയ്യുന്നു. കാരണം ഇപ്പം കിച്ചണിലാണെങ്കിൽ തേങ്ങ തിരുമിക്കാൻ അതിന് കുറച്ച് ട്രെയിനിങ് വേണം, പക്ഷെ അവർ ചെയ്യും 1-2 പ്രാവശ്യം. അതുപോലെ പാത്രം കഴിക്കുക, പിന്നെ അതെല്ലാം അടുക്കി വെക്കുക, പിന്നെ വെജിറ്റബിൾ എല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുക, അമ്മയ്ക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്യുന്നതിന് അവർക്ക് നമുക്കൊരു ഇൻസെൻറ്റീവായിട്ട് കൊടുക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേനോ ഒരു എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകളും മകനോ ആരാണെന്ന് പറഞ്ഞാൽ ഒരു കൺവിൻസ് ആയ ഒരു എമൗണ്ട് അവർക്ക് വൈകുന്നേരം റിവാർഡായിട്ട് കൊടുക്കുക. അപ്പോൾ അത് അവരൊരു പിഗ്ഗി ബാങ്ക് ഒരു ഡബ്ബയിലിട്ട് വെച്ചിട്ട് ഒരു മാസം അവരെത്ര ഏൺ ചെയ്തു. അപ്പോൾ അവർക്ക് അതിൻ്റെ ജോലി ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി നമ്മളോടൊപ്പം അവർ പഠിക്കുന്നു, കൂട്ടത്തിൽ അവരത് ഏൺ ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു. തീർച്ചയായും അത് പേരൻസിന് ഹെൽപ്പ് ചെയ്യാം. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് ചില കുട്ടികൾക്ക് സേവിങ് മെൻറ്റാലിറ്റി നന്നായിട്ട് വരും. ഇതെൻ്റെ എഡ്യൂക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ എനിക്കൊരു സാധനം വാങ്ങണം, അതിലേക്കൊക്കെ അവർ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കൊടുക്കാന്ന് പറഞ്ഞൊരു സംഭവം ഇട്ട് വെച്ചോണ്ടിരിക്കുക. ആ പൈസ വെച്ച് പല കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു പൈസ ആകുമ്പോൾ അതിന് മൂല്യം ഉണ്ടാകും, പ്രാധാന്യം കൊടുക്കാന്നുള്ളത്. സംതിങ് ഫോർ സംതിങ് ഒരു ഫീല്, സംതിങ് ഫോർ നത്തിങ് അല്ല. ഞാൻ അധ്വാനിക്കുമ്പോൾ എനിക്കൊരു മൂല്യം കിട്ടുന്നു എന്ന് അത് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചെടുക്കുക അല്ലേ. അതങ്ങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നാളെ ഏത് തൊഴിൽ ചെയ്യാനും അവർ വില്ലിങ് ആകുകയും ആ തൊഴിൽ ജയിക്കാനായിട്ട് അവരെ ഇറക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടെ, ഇപ്പോൾ നേരത്തെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ട്, മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപാട് പേരുള്ളതുകൊണ്ട് ഇങ്ങനത്തെ വർക്ക് ചെയ്യാൻ ആളുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കേരളം നേരിടുന്ന വേറെ വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ വർക്കിന് ആളെ വേണം, ആളെ കിട്ടാനില്ല. ഇപ്പോൾ ഈ പറഞ്ഞ തേങ്ങ ചിരണ്ടക എന്ന് പറഞ്ഞ് അതിനിപ്പോൾ ആളെ വെക്കുന്ന അവസ്ഥയിലേക്ക് പറ്റും. കാരണം പല സ്ത്രീകൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല. വീട്ടിലെല്ലാ പണിയും കൂടെ ഓടി 2 പേര് ചേർന്നാൽ ഓടിയാൽ തീരത്തില്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അവിടെ ഈ മക്കളെയും കൂടെ ഉപയോഗിച്ചത് ചെയ്യിച്ചെടുക്കുക എന്ന് പറയുന്നത് ആ ഒരു ആംഗിളിലും വളരെ നല്ലത്. നമ്മൾ ഈ
വൈറ്റ് കോളർ ജോബ് അല്ലെങ്കിൽ ബ്ലൂ കോളർ ജോബിലേക്ക് മാത്രമായിട്ട് തയ്യാറാക്കി വിടുന്നതിനപ്പുറം ജീവിതം പഠിപ്പിക്കാവുന്നൊരു കോൺസെപ്റ്റ് കൂടിയാണ് ചേച്ചി അത് പങ്കുവെച്ചത്. ചേച്ചി നമ്മുടെ ഡിസ്കഷൻ വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സ്കൂളിലും പേരൻസിലെ അമ്മമാർ വില്ലിംഗ് ആണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമയമുണ്ട്, പക്ഷേ ഈ ഭർത്താക്കന്മാരത് വിടാനായിട്ട് തയ്യാറാകുന്നില്ല. അവിടെയും ഇതേ പറഞ്ഞ ഒരു ചലഞ്ച് വരുവാണ്. എന്താണ് പരിഹാരം ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്? ഫാമിലി എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ. കുടുംബം അത് പരസ്പരം സപ്പോർട്ടൂടെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് ഭർത്താവ് ഭാര്യയും ഭാര്യയെ ഭർത്താവും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെന്ന് സപ്പോർട്ട് ചെയ്യണം. ചിന്തിക്കുന്നത് അറിയോ, എനിക്കൊരു വലിയ വരുമാനമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വരുമാനം വലുതാണ്, ഈ വ്യക്തി എൻ്റെ ഭാര്യ പണിക്ക് പോയിട്ട് ചെറിയ തുകയിലേ കിട്ടാൻ പോകുന്നുള്ളൂ, ഈ ചെറിയ തുക വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. ചെറിയ തുകയ്ക്ക് പ്രാധാന്യം ഇല്ലേ? അതെ, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറൊരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നുണ്ട്, അത് ഒരാളിന് കൂടെ കൊടുക്കുക, ഒരു നെയ്ബർക്കോ അല്ലെങ്കിൽ ആർക്കാണോ അന്ന് ഫുഡ് വേണ്ടത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇൻകമായി മാറും. വീട്ടിന് പുറത്തു പോകുന്നില്ല. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ വീട്ടിന് പുറത്തു പോകുന്നില്ല. അവൾ എന്തെങ്കിലും എക്സ്ട്രാ കടന്നു ഞാനത് ചെയ്തു ഇത് ചെയ്തു ഇല്ല, നമ്മൾക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഒരല്പം കൂടെ ഉണ്ടാക്കുന്നു എന്നാണ്. അങ്ങനെ ഇൻകം 5 ദിവസം ആകുമ്പോഴത്തേക്ക് അതൊരു നല്ല ഇൻകം ആവും. ആ ഇൻകം വന്നു തുടങ്ങുമ്പോൾ ഈ ഭർത്താവിൻ്റെ ഒരു എന്താണ് ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാവും. ഇതൊക്കെയാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നിലവിൽ ഇപ്പൊ ഈ ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്, ടീനിക്കായിലെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്, അതുപോലെ പുറത്തുള്ള ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഈ ഒരു സാമ്പത്തികമൊക്കെ ചേച്ചി റേസ് ചെയ്യുന്ന ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ഞാൻ ചെയ്യുന്നത് ട്യൂട്ടറിങ്, അതെന്റെ പാഷനാണ്. ട്യൂട്ടറിങ് കിൻഡർ ഗാർഡൻ തൊട്ട് ഹൈസ്കൂൾ ലെവൽ വരെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കുറെ പേരെ ഫ്രണ്ട്സിനും ജോലി കൊടുക്കുന്നുണ്ട്. അവരെ കൊണ്ടൊക്കെ എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ അവരിലൂടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ട്. അതെ, എനിക്ക് കിട്ടുന്ന അതിൻ്റെ നല്ലൊരു എമൗണ്ട് ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വില്ലേജിൽ ജനിച്ച ഞാനും ചേട്ടനും ഇങ്ങനെ നമ്മുടെ പേരൻസ് തന്ന എഡ്യൂക്കേഷനും അതുകൊണ്ട് മാത്രം നമ്മൾ പുറത്തു പോയി ജീവിച്ച് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ഇമ്പാക്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക് ആ ഒരു രീതിയിലാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ടൊരു കാര്യമില്ലല്ലോ. നമ്മളാൽ പറ്റുന്ന കാര്യം നമ്മുടെ ഇൻകത്ത് നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു. അതിന് അഡീഷണൽ വരുമാനം ഉണ്ടാക്കി നമ്മുടെ സാലറി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾക്കുള്ള കഴിവുകളെ നമ്മൾ എക്സ്ട്രാ അപ്പോൾ ചേച്ചിയുടെ നിങ്ങൾക്ക് വരുന്ന ബേസിക് എക്സ്പെൻസ് ചേച്ചിയുടെ മെയിൻ വരുമാനം ഇങ്ങനത്തെ ചെയ്യാനുള്ള വർക്കിന് വേണ്ടി അഡീഷണൽ വർക്ക് ചെയ്തിട്ടുള്ള വരുമാനം എത്തിക്കുന്നു. അതിനാണ് ഈ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട 2 ചേച്ചിമാരും മറ്റു പലഹാരം ഉണ്ടാക്കുന്ന 2 ചേച്ചിമാർ, അവരെയൊക്കെ ചേച്ചി ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്. ഓക്കെ, ഫൈൻ. അവർക്കെല്ലാം നമ്മൾ കുറേ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ ഉണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചേച്ചി എനിക്ക് ഇത്ര പൈസയുടെ ആവശ്യമുണ്ട്, ഓക്കെ അതിനെന്താ ഞാൻ തരാമല്ലോ. അവർ വെറുതെ കൊടുക്കുന്നതല്ല, അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവർ തിരിച്ചു തരും. പലഹാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് എനിക്ക് ആ ചേച്ചിമാരെ സംസാരിച്ചപ്പോഴും മനസ്സിലായി. അവരുടെ കുട്ടികൾ ബിൽഡപ്പ് ചെയ്ത ആ കോൺഫിഡൻസ് ഇല്ല, പെങ്കൊച്ച് സംസാരിച്ചത്. അതെ, അമ്മമാര് വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളും ചെയ്ത് അവർ പടി ഉയർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ഞാൻ ഓരോ ഗൈഡൻസ് കൊടുക്കും. നിങ്ങൾ ഇനി ഡ്രൈവിംഗ് പഠിക്കുക, ഡ്രൈവിംഗ് പഠിച്ചിട്ട് 2 പേരും കൂടെ ഒരു ബിസിനസ് പോലെ അതിനെ കൊണ്ടുപോവുക. ഇപ്പോൾ ക്ലീനിങ് സർവീസ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും അതൊരു വലിയ സർവീസായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അവർ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഈ പലഹാരം ഉണ്ടാക്കുന്നത് മെയിൻ ക്ലീനിങ്ങും പിന്നെ അവർ ഈ പൗഡറുകളൊക്കെ ഇല്ലേ, പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ളതെല്ലാം പൊടിച്ച് പാക്കറ്റാക്കി അവരതും വിൽക്കുന്നുണ്ട് സൈഡിൽ. അവർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 2 ലേഡീസിൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും നമ്മളെപ്പോലെ ചെറിയ 1-2 ആൾക്കാരുടെ ചെറിയ സപ്പോർട്ടും കൊണ്ട് ഇപ്പം അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല.
അവർക്ക് മോറൽ സപ്പോർട്ടും അത് മാത്രമാണ് അത്രേ ചേച്ചി ചെയ്യുന്ന ദൈവികമായ പ്രവൃത്തിയാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് ദൈവികമായ പ്രവൃത്തി, ഇതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. കാരണം തകർന്നു കിടക്കുന്ന ജീവിതത്തിനെ ഒന്ന് കൈ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അത് അവർക്ക് കിട്ടുന്നൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നത്, നിരാശയിലേക്ക് പോകുന്നത് ഹോപ്പ് ഇല്ലാതാവുമ്പോഴാണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷയാണ് ചേച്ചി നൽകുന്നത്. ആ പ്രതീക്ഷ നൽകുക മാത്രമല്ല, അതിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നു. ആ സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അത് തിരിച്ച് നൽകണമെന്നുള്ള ഉറപ്പ് മേടിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികം മേടിക്കുന്നവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നു, അവർ ജീവിതത്തിൽ മെച്ചപ്പെടുന്നു. ആ രണ്ട് സ്ത്രീകളോട് സംസാരിച്ചപ്പോൾ അവർ കണ്ണിലുണ്ടായിരുന്ന സ്പാർക്ക് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം അവർക്ക് അവിടെയാണ് ചേച്ചി ദൈവികമായിട്ട് പ്രവർത്തിച്ചത്. പ്രത്യേകമായിട്ടുള്ള നന്ദി. ചേച്ചിയെ കാണാൻ സാധിച്ചതിലും നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ നിന്നാണ് ആ ഒരു കണക്ഷൻ വരാൻ സാധ്യമായത്. അതിന് ഞങ്ങളുടെ കുട്ടികളെ ചേച്ചി ഒരുപാട് സഹായിച്ചു, എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യാത്ര ഇതുപോലെ മുമ്പോട്ട് പോകട്ടെ. ചേച്ചിക്കും രാജേന്ദ്ര പ്രസാദ് സാറിനും കൂടുതൽ ആരോഗ്യ ആയുസ്സും നൽകി കൂടുതൽ കുടുംബങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കട്ടെ. സാറിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ മെയിൻ ഇതിലേക്ക് വരാൻ സാർ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും, പക്ഷെ സാർ ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടല്ലോ, ചേച്ചിക്ക് നല്ലൊരു സപ്പോർട്ടുണ്ടല്ലോ, അത് വളരെ വലുതാണ്. മക്കളായാലും വന്ന കുട്ടികളായാലും എല്ലാവരും നമ്മൾ ചെയ്യുന്ന വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യും അവർ. അപ്പോൾ അവർക്കും അതൊരു മോട്ടിവേഷനാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ട് കുട്ടികളാണ്. എന്നോടിപ്പോൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഹാപ്പിനെസ് എന്തെന്ന് പറഞ്ഞാൽ 2 കുട്ടികളുണ്ടായ 2 പേരെയും കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ, അതായത് എന്താ അതിൻ്റെ കറക്റ്റ് വേർഡിങ് എനിക്കിപ്പോൾ കിട്ടുന്നില്ല, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അവർ ബിലോങ്ങിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവരെ എത്ര റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രൗഡ് പേരൻസാണ് 2 പേരും. കൂടുതൽ കുടുംബങ്ങൾ അനുഗ്രഹങ്ങൾ. അതെ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാതെ താഴേക്ക് പുറത്തോട്ട് വരാൻ, നമ്മളെ ചെറിയ ഹെൽപ്പ് കൊണ്ട് അവർ കയറി വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം ചെയ്യാൻ എപ്പോഴും റെഡിയാണ്. വെരി ഗുഡ്, എക്സലന്റ്. ദേവിനെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ, എല്ലാം നിങ്ങളെപ്പോലുള്ളവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. പക്ഷെ ഇങ്ങനെ കുറവ് പറഞ്ഞും ഇത് ഇരിക്കാതെ ട്രാവൽ ചെയ്തും എല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ മോട്ടിവേഷൻ മീൻസ് സപ്പോർട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് തരൂ. അപ്പം നിങ്ങൾക്കൊക്കെ, കാരണം ഞാനിവിടെ ഇരുന്ന് നോക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. നേരിട്ട് കണ്ട് ഈ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുടുംബമാണ് നന്നാവുന്നത്. ഒരു കുടുംബവും നാടും. അപ്പോൾ ആൾക്കാർക്ക് പറയാം, ഈ കുട്ടി ആരുടെ നിന്നും ഫ്രീ ആയിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഫ്രീ എന്നുള്ള വാക്ക് നമ്മളെ ഡൗൺ ആക്കുന്നതല്ലാതെ അപ്പാക്കത്തില്ല. ഗോൾഡൻ വേർഡ്സ് ആണ്. അതെ. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇല്ലേ, അതിൻ്റേതായ വാല്യൂവും അതിൻ്റെ ഓരോ ഏരിയയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫ്രീ എന്നുള്ളതിനേക്കാളേറെ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുന്ന ആ അതിന് മാത്രമേ ആൾക്കാർക്ക് മൂല്യമുള്ളൂ. ഉറപ്പായിട്ടും. ഫ്രീ കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിറ്റി അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കറക്റ്റാണ്. ഇതുപോലെ കൂടുതൽ ജീവിതങ്ങളിലേക്ക് പ്രതീക്ഷയും പ്രത്യാശയും ജീവിക്കാനുള്ള മാർഗവും എത്തിച്ചേർക്കുവാനായിട്ട് ശ്രീ ചേച്ചിക്കും രാജേന്ദ്ര പ്രസാദ് സാറിനും കുടുംബത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ എന്താണെന്ന് ഡെഫിനറ്റായിട്ടും കമൻറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തുടർന്നും ഇതിൻ്റെ കുറച്ച് ആശയങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഈ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ചേച്ചിയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ മുമ്പോട്ടുണ്ടാകും. ചേച്ചി, അപ്പോൾ ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.